മന്മഥസരം പോലെ വസന്തത്തിലെ പൊന്താരക്കുടൻ ഇന്ദുകലയെ പോലെ മനോജ്ഞാംഗിയായി വിണ്ണാറിൻ കടവിങ്കൽ നിന്നൊരഴകിൻ മന്ദസ്മിതത്തോണിയിൽ വന്നാൽ ഇന്ദുകലാരം കേട്ടു ഉണരൂ മണിച്ചിലമ്പൊലി കേടുണരൂ മാറോട് ചേർത്തെന്നെ പുണരൂ മണിച്ചിലമ്പൊലി കേട്ടുണരൂ മാറോട് ചേർത്തെന്നെ പുണരൂ മണിച്ചിലമ്പൊലി കേട്ടുണരൂ എന്റെ തവശക്തി നീ നശിപ്പിച്ചു. എത്ര നൂറ്റാണ്ടുകളിലെ ധ്യാനഭയമാണ് നീ ഞൊടിക്കുള്ളിൽ മുടിച്ചത്. നിന്റെ നശിച്ച സ്വർഗത്തിലേക്ക് ഈ പാപഭാരവുമായി പോകൂ. ഭൂമിയുടെ സന്തതിയായി നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് സാധ്യമല്ല. അമ്മയ്ക്ക് മാപ്പ് തരൂ. വനദേവതമാർ നിന്നെ കാത്തുകൊള്ളും. മകളെ, അമ്മ പോകുന്നു.
നിനക്ക് കാവലിരുന്നു. ശകുന്തങ്ങൾ നിന്നെ കാത്തു സൂക്ഷിച്ചു. അതിനാൽ ശകുന്തള എന്ന് നിനക്ക് നാം നാമകരണം ചെയ്യുന്നു. ശകുന്തള. കൊല്ലരുത്. സാരഥി, പേര് നിർത്തും. തപോവനമാണെന്ന് തോന്നുന്നു. കുലപതി കണ്ണുവിന്റെ ആശ്രമമാണിത്. കുലപതിക്ക് ക്ഷേമമല്ലേ? അതിഥി സൽക്കാരത്തിലുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ട് അദ്ദേഹം സോമതീർത്ഥത്തിലേക്ക് പോയിരിക്കുന്നു. പൂജാദ്രവ്യങ്ങൾ ശേഖരിക്കാൻ സമയമായി. ഞങ്ങളും പോകട്ടെ. സൂത, എന്നാൽ കുതിരകളെ പതുക്കെ വിടും. പുണ്യാശ്രമ പരിസരങ്ങൾ പറയാതെ തിരിച്ചറിയാം. ശബ്ദം കേട്ടിട്ടും മാനുകൾ ഓടുന്നില്ല. വരിതൽ കതിരുകൾ വരിനീളെ വീണ് കിടക്കും. അതാ മരക്കൊമ്പുകളെല്ലാം മരവുരിയല്ലേ തോരാനിട്ടിരിക്കുന്നത്. മാലിന്യ തിരുവത്തായ കണ്വാശ്രമം അതാ. രഥശബ്ദം കൊണ്ട് തപസ്സിന് വിഘ്നം വന്നാലോ? പേര് നിർത്തും. അയ്യോ, വിനീത വേഷത്തിൽ വേണം ആശുപത്രിയിൽ പോകാൻ. അമ്പും വില്ലും ഉഷ്ടിയെ ചുഞ്ഞു തരൂ, സൂക്ഷിച്ചോളാം. ആഹാ, വനകന്യക കുളിച്ചീരൻ മാറാത്തതുപോലെ തോന്നുന്നു. എത്ര കുലീനമായ സൗന്ദര്യം.
അറിഞ്ഞൂടാ അറിഞ്ഞൂടാ ശൃംഗാര കവിതകൾ കുറിക്കാറുണ്ടോ ഞങ്ങൾക്കറിഞ്ഞൂടാ തോഴി അറിഞ്ഞൂടാ മനോരഥമെന്നൊരു രഥമുണ്ടോ അറിഞ്ഞൂടാ മന്മഥനെന്നൊരു ദേവനുണ്ടോ അറിഞ്ഞൂടാ മനോരഥമെന്നൊരു രഥമുണ്ടോ മന്മഥനെന്നൊരു ദേവനുണ്ടോ അറിഞ്ഞൂടാ 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 സാരഥി തിരുമേനി ആശ്രമ സന്ദർശനം കഴിഞ്ഞ് വരുന്നത് വരെ നാമും ഇവിടെയെല്ലാം ചുറ്റി നടന്ന് വനഭംഗി ഒന്ന് ആസ്വദിക്കട്ടെ. കടുവ പാവം, നിന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. നീയും പോയി വനഭംഗി ആസ്വദിച്ചു. അടുത്ത് എന്നിവനെ ഇടിച്ചു വീഴ്ത്തിക്കളയാ. അയ്യോ, എനിക്ക് നാളമാകുന്നു. ഞാൻ ഇനി ഒരു ദിവസം വരാം. നമ്മളുടെ വസ്ത്രങ്ങളില്ലേ ഇരിക്കുന്നത്? അത് ശരി, അതെടുത്താലെങ്കിലും ഇവിടെ മര്യാദ പഠിക്കുമെന്ന് അറിയട്ടെ. നീ ഇതില്ല ഒന്ന് കുടിച്ചു കയറുന്ന എനിക്കൊന്ന് കാണുക. ഒരു ബാലല്ലേ ഓടുന്നത്? പാവങ്ങളോട് സൗന്ദര്യ ഇങ്ങോട്ട് വരും സഖിമാരെ. ഓ അനുസൂയെ, ഈ പ്രിയമത എന്റെ കഞ്ഞുക ഇറുകെ കെട്ടിക്കളഞ്ഞു. ശൗന്തളേ, നീ എന്നെ കുറ്റപ്പെടുത്തരുത്. അയച്ചിട്ട് തന്നെയാണ് നിന്റെ മാറിൽ ഞാൻ മരൂരി കെട്ടി തന്നത്. നിമിഷം പ്രതി വളരുന്ന നിന്റെ യൗവനത്തെ കുറ്റപ്പെടുത്തു. എന്റെ വനജോത്സനം പൂണിയിരിക്കുന്നു. പ്രിയമതി, ഈ ശകുന്തള എന്താണ് വനജോത്സനയെ ഉറ്റുനോക്കുന്നതെന്ന് മനസ്സിലായോ? ഇല്ല, പറയൂ. ഈ വനജോത്സന തനിക്ക് അനുരൂപനായ തേന്മാവിനോട് ചേർന്നതുപോലെ എനിക്കും കിട്ടുമോ ഒരു ഭർത്താവിനെ എന്ന് ശകുന്തള വിചാരിക്കുകയാണ്. അത് നിന്റെ മനസ്സിലുള്ള വിചാരമാണ്.
ദുഷ്ടനാണ് ഇവിടെ മുനികന്യകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത്. ദുഷ്ടന്മാരെ വെച്ചു പൊറിപ്പിക്കാത്ത ഒരു രാജാവാണ് ഇവിടെ നാട് വാഴുന്നത്. തപസ് നിർഭിക്ഷം നടക്കുന്നുണ്ടല്ലോ. ശകുന്തളെ, അതിഥി പൂജയ്ക്ക് വേണ്ടി ആശ്രമത്തിൽ പോയി അർഘ്യവും ഫലങ്ങളും എടുത്തുകൊണ്ട് വരൂ. പാദോദകത്തിന് ഈ കുടത്തിൽ നിന്ന് തന്നെ വെള്ളമെടുക്കാം. വേണ്ട, നിങ്ങളുടെ നല്ല വാക്കുകൊണ്ട് തന്നെ ആതിഥ്യമായിരിക്കുന്നു. പ്രിയംവതി, അദ്ദേഹം ആരാണെന്ന് ചോദിക്കൂ. ആര്യ, അങ്ങ് ആരാണെന്നറിയുവാൻ ആഗ്രഹമുണ്ട്. തപോവനവാസികളുടെ അഭീഷ്ടങ്ങൾ അനുസരിക്കേണ്ടത് നമ്മുടെ കുലധർമ്മമാണ്. മഹാരാജ ദുഷ്യന്തൻ നിന്റെ പുത്രിയാകുന്നത് എങ്ങനെ? രാജൻ, താതകണ്ണുവിന്റെ വളർത്തുപുത്രിയാണ് ഞങ്ങളുടെ സഖി. ഇവളുടെ അച്ഛൻ രാജർഷി വിശ്വാമിത്രനും അമ്മ അപ്സരസായി മേനകയുമാണ്. രാജകലയും അപ്സര സൗന്ദര്യവും നിങ്ങളുടെ തോഴി അനുഗ്രഹിച്ചിരിക്കുന്നു. താതന്റെ സങ്കല്പം ഇവളെ തക്ക ഒരു വരന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം എന്നാണ്. ആ സങ്കല്പം സാധിക്കാത്ത ഒന്നല്ല. ഓ അനുസൂയെ, ഞാനിതാ പോകുന്നു. ഈ പ്രിയമതോ തോന്നിയാസം പറയുന്നത് ഞാൻ ഗൗതമ മുത്തശ്ശിയോട് പറയും. ശകുന്തളെ, ഇപ്പോഴച്ഛനോട് ഉണ്ടായിരുന്നെങ്കിൽ ഈ മാന്യാതിഥിക്ക് തന്റെ ജീവിത സർവസ്വത്തെ ദാനം ചെയ്തു തന്നെ കൃതാർത്ഥനാകുമായിരുന്നു. നായാട്ടുകാർ എന്നെയും തേടി തപോവനത്തിലേക്ക് കയറുകയാണ്. രാജൻ, ഞങ്ങൾക്ക് ഭയമാവുന്നു. നിങ്ങൾ ആശ്രമത്തിലേക്ക് പൊയ്ക്കൊള്ളുക. പുള്ളിമാൻ മിഴിയൊരട്ടു 10 അടി നടന്നു നിന്നു. മൃദുവൽക്കലം വള്ളികൾക്കിടയിലൊന്നുടക്കി വിടുവിച്ചെടുക്കുവതുപോലെയും ഉള്ളിൽ ദർഭമുന കൊണ്ടു കാൽ തളിർമുറിഞ്ഞ പോലെയും ഇടയ്ക്കിടയ്ക്കുള്ളിലുള്ള മധുരാനുരാഗം അറിയിച്ചു മുഗ്ധ നയനങ്ങളാ. താമസന്മാർ പറഞ്ഞു നിന്നെ അമ്പയ്യല്ല അമ്പയ്യരുതെന്ന് പറഞ്ഞു. ഞാൻ നിന്നെ പിടിച്ച് ഈ നിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്നു. മഹാരാജാവ് വരുന്നുണ്ട്. എനിക്ക് എഴുന്നേക്ക് വയ്യ. ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ ജയം പറയാം. ദുഷ്യന്ത മഹാരാജാവ് വിജയിക്കട്ടെ. വേണേല് 2 ആനയെ വേട്ടയാടി പിടിച്ചു. അത് കൈവിട്ടുപോയി. എന്നാ ഒരു മാനെങ്കിലും കൈവശം ഇരിക്കട്ടെ എന്ന് കൊണ്ടുവന്നു. അത് പോയി. എന്താണിത് മാടവി? എനിക്ക് ഈ വലിയ മൃഗങ്ങളെ വേട്ടയാടി ഈ കുതിരയെ പായിച്ചും എനിക്ക് ജീവിക്കാൻ വയ്യ. ഒരാനയുമായിട്ട് ഒറ്റയ്ക്കല്ലോ ഞാൻ മല്ലയുദ്ധം നടത്തിയത്. എനിക്ക് ഒരു ദിവസത്തേക്ക് ഒരാവണം. ശരി, അങ്ങനെ ആകട്ടെ. നിൽക്കൂ മാടവിയ. മഹാരാജാവ് വിജയിക്കട്ടെ. 2 തപസ്വികൾ മുഖം കാണിക്കുവാൻ വന്നു നിൽക്കുന്നു. വരാൻ പറയും. രാജാതിരാജൻ വിജയിക്കട്ടെ. രാജൻ, കുലഗുരുവില്ലാത്ത സമയം നോക്കി യാഗകർമ്മങ്ങൾക്ക് തടസ്സം വരുത്തുവാൻ കുറെ രാക്ഷസന്മാർ വന്നെത്തിയിരിക്കുന്നു. അങ്ങ് ആശ്രമത്തിൽ വന്ന് യാഗകർമ്മങ്ങൾ നിർവിഘ്നം നടത്തിത്തരണം. അത് നമ്മുടെ കർത്തവ്യമാണ്. താപസന്മാരെ, നാം സസന്തോഷം ആ കടമ നിറവേറ്റുന്നതാണെന്ന് ആശ്രമവാസികളെ അറിയിക്കുക. വിജയീ ഭവ. വിജയി. വേണ്ട 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 വേണ്ട. അനുഗ്രഹിക്കും പറ്റും വേണ്ട. ഞാൻ നമസ്കരിച്ചതുമല്ല. ഉറക്കം തൂങ്ങി അബദ്ധത്താ വീണു പോയതല്ലേ. മാടവിയ, മാടവ്യ, നാം ഉടനെ തന്നെ ആശ്രമത്തിലേക്ക് പോവുകയാണ്. താങ്കൾ വരുന്നുണ്ടോ? അയ്യോ, ഞാനില്ല.
രാക്ഷസന്മാരെ ഭയന്നിട്ട് പറ്റുമല്ല. തിരുമേനി, ആട്ടെ, ഈ വനത്തിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീയെ താൻ കണ്ടിട്ടുണ്ടോ? നാം കണ്ടു. ഞാനും കണ്ടിട്ടുണ്ട്. കരിങ്കൂവളപ്പൂ പോലുള്ള അവളുടെ കണ്ണുകൾ കണ്ടാൽ എന്തും ചെയ്യാൻ മടിക്കാത്തവളാണെന്ന് തോന്നും. വാട്ട, അവൾ മാൻപേടയെ പോലെ പരിശുദ്ധയാണ്. പരിശുദ്ധിയായിരിക്കും, അല്ലെ വെള്ളത്തിലില്ലപ്പ്. തമാശ പറയുന്നു. അവൾ സ്നേഹസമ്പന്നയാണ്. സ്നേഹം കൂടുമ്പോ കണ്ണിലും. സ്വർണ്ണത്താമരയിതളിലുറങ്ങും കൺവത പോവന കന്യകേ, ആരുടെ അനുരാഗമല്ലിക നീ, ആരുടെ സ്വയംവര കന്യക നീ. സ്വർണ്ണത്താമരയിതളിലുറങ്ങും കൺവത പോവന കന്യകേ, ആരുടെ അനുരാഗമല്ലിക നീ, ആരുടെ സ്വയംവര കന്യക നീ. ചൂടാത്ത നവരത്നമണി പോലെ, ചുംബനമറിയാത്ത പൂ പോലെ, ചൂടാത്ത നവരത്നമണി പോലെ, ചുംബനമറിയാത്ത പൂ പോലെ, നുള്ളാത്ത തളിർ പോലെ, മീട്ടാത്ത ശ്രുതി പോലെ, നുകരാത്ത മധു പോലെ, നിന്നു നുകരാത്ത മധു പോലെ. സ്വർണ്ണത്താമരയിതളിലുറങ്ങും കൺവത പോവന കന്യകേ, ആരുടെ അനുരാഗമല്ലിക നീ, ആരുടെ സ്വയംവര കന്യക നീ. കാലിൽ ദർഭമുന കൊണ്ടിട്ടോ, മാറിൽ പുഷ്പശരം കൊണ്ടിട്ടോ, കാലിൽ ദർഭമുന കൊണ്ടിട്ടോ, മാറിൽ പുഷ്പശരം കൊണ്ടിട്ടോ, അല്ലിപ്പുന്തണലിൽ നാണിച്ചു നിന്നു നീ അരയെന്ന പിട പോലെ, നിന്നു നീ അരയെന്ന പിട പോലെ. സ്വർണ്ണത്താമരയിതളിലുറങ്ങും കൺവത പോവന കന്യകേ, ആരുടെ അനുരാഗമല്ലിക നീ, ആരുടെ സ്വയംവര കന്യക നീ. സ്വർണ്ണത്താമരയിതളിലുറങ്ങും കൺവത പോവന കന്യകേ, ആരുടെ അനുരാഗമല്ലിക നീ, ആരുടെ സ്വയംവര കന്യക നീ. ദുഷ്യന്ത മഹാരാജാവിന്റെ പ്രഭാവം അത്ഭുതം തന്നെ.
അദ്ദേഹം ആശ്രമത്തിൽ കിടന്നപ്പോഴേക്കും യാഗകർമ്മങ്ങളെല്ലാം നിർബാധം നടന്നു തുടങ്ങി. രാക്ഷസന്മാരെല്ലാം പറ മറന്നുപോയി. കൊട്ടാരത്തിൽ നിന്ന് ദൂതന്മാർ വരികയാണെന്ന് തോന്നുന്നു. സോമയാഗവ്രത സമാപനത്തിന് ഉടനെ എത്തണമെന്ന് അമ്മയുടെ കൽപ്പനയാണ്. പുറപ്പെട്ടോളൂ, പുറപ്പെട്ടോളൂ. ഭാഗ്യമായി. സഖിമാരെ, എന്റെ ശരീരം വല്ലാതെ പുകയുന്നത് പോലെ തോന്നുന്നു. സഖി, നീ പുഷ്പതലത്തിലാണ് കിടക്കുന്നത്. നിന്റെ ഭൂമിനിയിൽ താമരവളയും താമരപ്പൂക്കളും അണിഞ്ഞിട്ടുണ്ട്. സ്ഥലങ്ങളിൽ രാമചച്ചാറും ചന്ദനവും പൂശിയിട്ടുണ്ട്. എന്നിട്ടും നിന്റെ ഭൂമിയിന് പുകയുന്നു. തോഴി, നനഞ്ഞ താമരയില കൊണ്ട് വീശിയിട്ട് തോഴിക്ക് സുഖമുണ്ടോ? തോഴിമാരെന്നെ വീശുന്നുണ്ടോ? പ്രിയമ്പരെ, സൂര്യാതപം ഏറ്റിട്ടുള്ള അസ്വസ്ഥതയാണ് ശകുന്തളയ്ക്കെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്. ആ രാജർഷിയെ കണ്ടത് മുതൽ തന്നെ ശകുന്തളയ്ക്ക് ഒരു ആദി പിടിപെട്ടതുപോലെ. നമുക്ക് പോയി നോക്കാം. പോലെ ഇടയ്ക്ക് നിൽക്കാം. കാര്യം രണ്ടും രണ്ടിടത്താകയാൽ എന്റെ മനസ്സ് പർവ്വതം തടഞ്ഞ നദീപ്രവാഹം പോലെ രണ്ടായിരിക്കുന്നു. മാളവ്യ, താങ്കൾ ഉടനെ കൊട്ടാരത്തിൽ ചെന്ന് അമ്മയ്ക്ക് വേണ്ടുന്ന പുത്രകൃത്യങ്ങൾ നിറവേറ്റണം. ഞാൻ വേണമെങ്കിൽ പോകാം. അനിയന്തിരിച്ചിലെ എഴുന്നള്ളത്ത് പോലെ ആയിരിക്കണം എന്റെ യാത്ര. പടത്തലവ, തപോവനത്തിൽ ഉപദ്രവം തട്ടാതെ കഴിയണമെന്നുള്ളത് കൊണ്ട് പരിവാരങ്ങളെയെല്ലാം നാം മാടവിയോടൊന്നിച്ച് ഹസ്തനാപുരത്തേക്ക് അയക്കുകയാണ്. കൽപ്പന പോലെ. അപ്പോൾ നാം ഇളമുറയായി ചമഞ്ഞിരിക്കുന്നു. സഖി, പറയൂ, എന്തുകൊണ്ടാണ് നിനക്ക് ഈ അസ്വസ്ഥത? തോഴി, പറയൂ. നിന്റെ ശരീരം നാൾതോറും ശോഷിച്ചു വരികയാണ്. സൗന്ദര്യം മാത്രമേ ഇപ്പോൾ നിന്റെ ശരീരത്തുള്ളൂ. സഖിമാരെ, എന്റെ വേദന ഞാൻ മറ്റാരെ അറിയിക്കാനാണ്? അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിർബന്ധിക്കുന്നത്. എന്റെ കരടി, എന്തോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്റെ ഹൃദയത്തിൽ ഒരു 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 വേദനയോ അല്ല, വിമ്മിഷ്ടമോ അല്ല, പെടപെടപ്പോ ഓ അല്ല, ദുഷ്യന്തനോ അല്ലേ? എന്നിട്ടാണോ നീ ഇത് പറയാതിരുന്നത്? രോഗമറിയാതെയാണല്ലോ ഭഗവാനെ ഞങ്ങൾ ഈ രാമച്ചക്കൂട്ടും താമരവളയവും ചുമന്നത്. എന്നെ കളിയാക്കാതിരിക്കൂ സഖിമാരെ, ഞാൻ അബലയാണ്. അനസൂയെ, നമ്മുടെ സഖിയുടെ അഭിലാഷം അനുരൂപം തന്നെ. തേന്മാവിലല്ലേ മുല്ലവള്ളി പടരൂ. ആരും അറിയാതെ സഖിയുടെ അഭിലാഷം നിറവേറ്റാൻ എന്താണ് മാർഗം? ആ രാജർഷി ഇവളെ ആദ്യം കണ്ട ദിവസം തന്നെ അരുമയോടെ നോക്കി അഭിലാഷം സൂചിപ്പിച്ചത് എനിക്ക് മനസ്സിലായി. എനിക്കും. ശകുന്തളെ, നീ ഒരു കാമലേഖനം എഴുതൂ. ഞാനത് പൂവിൽ പൊതിഞ്ഞ് പ്രസാദം എന്ന ഭാവത്തിൽ ആ രാജർഷിക്ക് എത്തിക്കാം. ആ കൊള്ളാം. സഖി എന്തു പറയുന്നു?
സഖിമാരെന്ത് പറയുന്നു അതുപോലെ സഖി എഴുതും. എങ്ങനെ എങ്ങനെ നിതംബഭാരം കൊണ്ട് പൂറ്റിതാണ് ശകുന്തളയുടെ കാൽപ്പാടുകൾ. ഇതാ നിന്റെ പ്രിയതമൻ. പ്രിയേ, ആയാസപ്പെടേണ്ട. താമരവളയത്തിന്റെ സുഗന്ധമുള്ള നിന്റെ ഭൂമിക്ക് ഇപ്പോഴെന്നെ ഉപചരിക്കാൻ ഒന്നും വയ്യ. വൈകാതെ വന്ന മനോരഥത്തിന് സ്വാഗതം. രാജൻ,
നിങ്ങൾ ഇരുവരുടെയും പരസ്പരാനുരാഗം വ്യക്തമായി കഴിഞ്ഞു. മുനികുമാരികളെ, നാം അനുഗ്രഹീതനായി. രാജർഷേ, ഞങ്ങളുടെ അരുമ തോഴിയെ വിചാരിച്ച് ബന്ധുജനങ്ങൾക്ക് ദുഃഖമുണ്ടാകാൻ ഇടയാകാത്ത വിധം അങ്ങയുടെ കടമ നിറവേറ്റണം. നിങ്ങൾ സൂചിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലായി. എന്നാൽ കേട്ടുകൊള്ളുക, 7 ആഴികൾ ചൂഴുന്ന ഊഴിയുടെ ചക്രവർത്തിയാണ് ദുഷ്യന്തൻ. നാം പ്രഖ്യാപിക്കുന്നു, ദുഷ്യന്തന്റെ രാജ്ഞിയാണ് ശകുന്തള. ഞങ്ങൾക്ക് സംതൃപ്തിയായി. അനസൂയെ, അതാ നോക്ക്, ആ മാൻകിടാവ് തള്ളയെ നോക്കി ഓടുകയാണ്. വരൂ, നമുക്ക് അവനെ കൊണ്ടുചെന്ന് വിടാം. എല്ലാരും എന്നെ വിട്ടിട്ട് ഓടുകയാണോ? പ്രിയേ, നിന്നെ ശുശ്രൂഷിക്കാൻ ഞാൻ അരികത്തുണ്ട്. ജലാർദ്രമായ താമര തളർകൊണ്ട് വീശി നിന്റെ തളർച്ച ഞാൻ മാറ്റും. ചെന്താമരപ്പൂ പോലുള്ള നിന്റെ പാദങ്ങൾ എന്റെ മടിയിൽ വെച്ച് ഞാൻ തലോടും. രാജൻ, ഞാൻ സ്വതന്ത്രയല്ല. ഞാൻ സ്വതന്ത്രയല്ല. ഓമനെ, ഭയപ്പെടാതെ. ധർമ്മമറിയാവുന്ന ഭഗവാൻ കണ്ണൻ നമ്മളിൽ ഒരു കുറ്റവും കാണുകയില്ല. പോരെങ്കിൽ ഗാന്ധർവിവാഹം ക്ഷത്രിയർക്ക് വിധിച്ചിട്ടുള്ളതാണ്. ഒന്നു വിടൂ. ഞാൻ സഖിമാരോട് ഒന്നുകൂടെ ചോദിച്ചു കൊള്ളട്ടെ. വിടാം. ദാ ഇപ്പോ. ചക്രവാതി പെണ്ണെ, കൂട്ടാളിയോട് വിടവാങ്ങിക്കൊള്ളൂ. രാത്രി ഇതാ വരുന്നു. അയ്യോ, കൗതുമുത്തശ്ശി വരുന്നുണ്ട്. ഇല്ല. അല്ല, വരുന്നുണ്ട്. ചക്രവാകി പെണ്ണെന്ന് സംഭാവന ചെയ്ത് എന്നെ ഉദ്ദേശിച്ചാണ്. കൂട്ടാളി എന്ന് പറഞ്ഞത് അങ്ങേ ഉദ്ദേശിച്ചാണ്. രാത്രി വരുന്നുവെന്ന് പറഞ്ഞത് മുത്തശ്ശി വരുന്നുവെന്നാണ്. അയ്യോ, അതാ ആ വള്ളിപ്പറത്തിൽ ഒളിച്ചോളൂ. കുഞ്ഞ്, ശാന്തി തീർത്ഥം കൊണ്ട് നിന്റെ ശരീരത്തിന്റെ ഉപദ്രവങ്ങളെല്ലാം മാറും. വരൂ, ഉടജത്തിലേക്ക് പോകാം. എന്റെ വേദന ശമിപ്പിച്ച ലതാനികുഞ്ചമേ, എനിക്കിപ്പോൾ വിട തരൂ. ഓരോ വെട്ടിനും ഓരോ കുതിരക്കാരെയും കൊല്ലണം. സ്വർണവും നാണയങ്ങളും ഒക്കെ കാണുവാടാ. രാക്ഷസന്മാരെ എനിക്ക് ഭയമുണ്ടായിട്ടല്ല, അവരെത്ര വന്നു ഞാൻ തല മാല കെട്ടുകയാണ്. ആർക്കു വേണ്ടിയാണ് ഈ മാല? ദേവന് സമർപ്പിക്കാൻ. സമർപ്പിച്ചുകൊള്ളൂ. ഇതാ എത്തിയിരിക്കുന്നു ഭാഗ്യവാനായ നിന്റെ ദേവൻ. ദേവി
ദേവപ്രസാദമായ ഈ മംഗല്യമാല അണിയിച്ച് നിന്നെ ഞാൻ ഗാന്ധർവ വിധിപ്രകാരം പരിഗ്രഹിക്കുന്നു. നവദമ്പതികൾക്ക് സ്വാഗതം. നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ, ആരോടും പോയി പറയരുതീ കഥ മാനേ പുള്ളിമാനേ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ, ആരോടും പോയി പറയരുതീ കഥ മാനേ പുള്ളിമാനേ. പ്രിയ സഖിയുടെ ചഞ്ചലമിഴിയുടെ നിത്യകാമുകനല്ലോ ഞാൻ, നിത്യകാമുകനല്ലോ. നിൻ പ്രിയ സഖിയുടെ ചഞ്ചലമിഴിയുടെ നിത്യകാമുകനല്ലോ ഞാൻ, നിത്യകാമുകനല്ലോ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ, ആരോടും പോയി പറയരുതീ കഥ മാനേ പുള്ളിമാനേ. കടമിഴിപ്പീലിയാൽ തളിരില താളിൽ നീ കല്യാണക്കുറി തന്ന ദേവകന്യയല്ലയോ. ചൊടിതളിലെ കുങ്കുമമണിയണം എന്റെ കവിൾ തടമാകെ. പുൽകി പടരണം എന്റെ മേനിയിലാകെ, എന്റെ മേനിയിലാകെ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും പുള്ളിമാനേ, പ്രിയേ, ഞങ്ങൾ ജലാർദ്രമായ താമരയില കൊണ്ട് വീശട്ടെ. പോകൂ സഖി. സഖി, എന്നെ പുഷ്പതലത്തിലേക്ക് ആനയിച്ച്. നെയ്യനങ്ങാതെ കിടക്കണേ. സഖിമാരെ, എന്റെ ശരീരം പുകയുന്നത് പോലെ തോന്നുന്നു. സഖി, നീ പുഷ്പതലത്തിലാണല്ലോടി കിടക്കുന്നത്, എന്നിട്ടും നിന്റെ പൂമേനി പുകയുന്നു. തോഴി, സഖിമാരെ നോക്കിക്കൊള്ളു. വീഴടി. തോഴി,
നനഞ്ഞ താമരയില കൊണ്ട് വീശിയിട്ട് തോഴിക്ക് സുഖമുണ്ടോ? തോഴിമാരെന്നെ വീശുന്നുണ്ടോ? മുത്തശ്ശിയമ്മേ പോടി. മുത്തശ്ശിയമ്മേ മുത്തശ്ശിയമ്മേ, ഈ തോഴിമാരെന്നെ. എനിക്ക് എന്റെ കരളിൽ എന്തോ ഒരു വേദനയോ? അല്ല. വിമ്മിഷ്ടമോ? ഓ അല്ല. പിടപെടപ്പോ? ഗൗതം മുത്തച്ഛി വരുന്നു തോന്നുന്നു. ഇതാ നിന്റെ പ്രിയതമൻ. പ്രിയെ, ആയാസപ്പെടേണ്ട. വിടൂ, ഒന്ന് വിടൂ. ഞാൻ തോഴിമാരോടൊന്നുകൂടി ചോദിച്ചു കൊള്ളട്ടെ. വിടാ. എപ്പോ? ഇപ്പോ. മുത്തശ്ശിയമ്മേ, രാത്രി ഇതാ വരുന്നു. ഓടിക്കോ, ഓടെ. ഈ തോഴിമാർ ചെടിക്ക് നനയ്ക്കാതെ ഇങ്ങനെ. മുത്തശ്ശി വരുന്നു. എന്താ കുഞ്ഞാ നീ പറഞ്ഞത്? കണ്ടോ, പാവങ്ങൾ ചെടിക്ക് വെള്ളം കോരി ക്ഷീണിച്ചു നിൽക്കുന്നു. പനിക്കുന്നുണ്ടല്ലോ. വരൂ, ഉടജത്തിലേക്ക് പോകാം. പ്രിയമ്പതേ, എന്താണത്? ഓ, എന്റെ കണ്ണ് നോവുന്നു. ഞാൻ വിചാരിച്ചു. ഓമനെ, ഈ മാൻകിടാവ് നിന്നെ ഉണർത്തുവാൻ ശ്രമിച്ചിട്ടും നീ സ്വപ്നത്തിലായിരുന്നു. ഇവൻ എന്റെ വളർത്തുപുത്രനാണ്. ദീർഘാപാങ്ങൻ എന്നാണ് ഇവന്റെ പേര്. അനുയോജ്യമായ പേര്. എന്റെ പ്രിയയുടെ നോട്ടം പോലെ തന്നെ ഈ മാൻകിടാവിന്റെ നോട്ടവും. നീ അവനെ പഠിപ്പിച്ചോ അതോ അവൻ നിന്നെ പഠിപ്പിച്ചോ ഈ നോട്ടം? വേണ്ട, ആദ്യം അവൻ കുടിക്കട്ടെ. ഞാൻ കൊടുത്തിട്ട് കുടിക്കുന്നില്ല, നീ കൊടുക്കും. രണ്ടുപേരും കാട്ടുജാതിക്കാരല്ലേ? കാട്ടുജാതിയിൽ നിന്നല്ലേ കൂട്ടുകാരിയെ തേടിയെടുത്തത്. ശകുന്തള, ലോകത്തുള്ള എല്ലാ രത്നങ്ങളും രാജാവിന് അവകാശപ്പെട്ടതാണ്. സ്ത്രീരത്നമായ നിന്നെയും ഞാനിങ്ങെടുത്തു, പൗരവ സാമ്രാജ്യത്തിന്റെ കിരീടത്തിലണിയാൻ. സാധാ ആശ്രമ പുഷ്പങ്ങൾ പൂജയ്ക്കുള്ളതാണ്. മുടിയിൽ ചൂടിയാൽ അത് വാടിപ്പോകും. ഹൃദയത്തോട് ചേർത്ത് വെക്കൂ. വരൂ. എന്താ? ഇപ്പോഴും അവൻ കാണും. ഇല്ല, അവൻ കാണില്ല. കണ്ടാലും അവൻ പറയില്ല. അങ്ങനെയല്ല, അവനെ അറിയില്ല. അവൻ ഈ ആശ്രമം മുഴുവനും പറഞ്ഞു നടക്കും. ഓഹോ, എന്നാൽ അവൻ കാണണ്ട. കണ്ടോ, പിന്നെയും അവൻ നോക്കുന്നു. മഹാരാജാവ് വിജയിച്ചാൽ കൊട്ടാരത്തിൽ നിന്ന് കരഭകൻ വന്നിരിക്കുന്നു. അമ്മ തമ്പുരാട്ടിക്ക് കലശലായ രോഗമാണ്. തിരുമനസ്സിലെ അസാന്നിധ്യത്തിൽ രാജ്യകാര്യങ്ങളും മുറ പോലെ നടക്കുന്നു. രാജ്യം, എന്റെ രാജ്യം, എന്റെ അമ്മ. നാം അതപ്പറ്റിയെല്ലാം ഓർത്തുക. വളരെ നാളുകളായി. അമ്മയ്ക്ക് എന്താണ് അസുഖം? ഇപ്പോൾ അമൃതത്വം ശരിക്ക് കഴിക്കുന്നില്ല. തിരുമനസ്സിനെ കാണണമെന്ന് നിർബന്ധിക്കുന്നു. ശരി, യാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളൂ.
പ്രിയേ, ഓമനെ, നീ ദുഃഖിക്കരുത്. കൊട്ടാരത്തിൽ നിന്ന് ഒരു അടിയന്തര സന്ദേശവുമായി ദൂതൻ വന്നിരിക്കുന്നു. എനിക്കുടനെ യാത്രയാകണം. ശകുന്തളെ, ഭരണകാര്യങ്ങളിൽ നാം തടസ്സം വരുത്തുന്നത് ശരിയാണ്. ഉടനെ പുറപ്പെടാതെ സാധ്യമല്ല. അമ്മയ്ക്ക് സുഖമില്ലെന്നും അറിയിക്കുന്നു. ഓമനെ, നീ സങ്കടപ്പെടരുത്. നമ്മുടെ ഈ വിരഹം വരാനിരിക്കുന്ന ആനന്ദത്തിന്റെ മുന്നോടിയാണ്. കുലപതി കണ്ണൻ സ്ഥലത്തില്ലാതിരിക്കുന്ന ഈ അവസരത്തിൽ നിന്നെ നാം കൂട്ടിക്കൊണ്ടുപോകുന്നത് ശരിയാണ്. വരൂ. ഇന്നേക്ക് 4 നാൾക്കകം നിന്നെ ഹസ്തിനപുരം രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നമ്മുടെ ചതുരംഗപ്പടയെ സകലവിധ ആഡംബരങ്ങളോടും കൂടി അയക്കുന്നത്. ഈ വിരഹം ക്ഷണികമാണെങ്കിലും എനിക്കിത് താങ്ങുവാനാവുന്നില്ല. പ്രിയേ, ഇതാ ഈ മുദ്രമോതിരം നാം നിന്റെ വിരലിൽ അണിയിക്കുന്നു. ഇതിലെ ഓരോ നിറവും ഓരോ ദിവസം എണ്ണുക. അത് അവസാനിക്കുന്നതിന് മുമ്പ് കൊട്ടാരത്തിൽ നിന്ന് ദൂതൻ ഇവിടെ എത്തും. ഇപ്പോഴെനിക്കിവിടെ തരൂ. നാഥ, മുനികുമാരിയാണ് ഞാൻ. സ്വാഗതം പറയാനല്ലാതെ വിട നൽകുവാൻ ഞാൻ ശീലിച്ചിട്ടില്ല. അങ്ങയെ മാത്രം ഓർത്തുകൊണ്ട് ഞാനിവിടെ കാത്തിരിക്കും. ആര്യപുത്രന് മംഗളമുണ്ടാകട്ടെ. കണ്ണിലശ്രുജലമോടെ കാട്ടിലെ സ്വർണ്ണ പുഷ്പലത പോലെ നിശ്ചലം നിന്നു കണ്ടു മുനിപുത്രി മൂകയായി തന്നിൽ നിന്നും അകലുന്ന നാഥനേ. മധുരിയെ, ഇങ്ങോട്ട് നോക്കരുത്. എനിക്ക് മനോവിഷമമാണ്. നീ ആ ചായ ചെപ്പ് മാത്രം ഇങ്ങോട്ട് നീട്ടിപ്പിടിച്ചാൽ മതി. ഈ പെണ്ണുങ്ങള് എന്റെ മുമ്പ് വന്നിരുന്നോണ്ട് ഈ വല്ലാത്ത ചിരി ചിരിക്കരുത്. ഞാൻ കല്യാണം കഴിച്ചതുപോലുമല്ല. എല്ലാരും പോ. പെണ്ണുങ്ങൾ അടുത്ത് നിന്നാലേ എന്റെ കൈ വിറയ്ക്കും. കൈ നിൽക്കുന്നുണ്ട്. സംസമതിയും ഭദ്രതയും തകർക്കുന്നു. ശബ്ദമുണ്ടാക്കാതിരിക്കും. നാം കേൾക്കുകയാണ്. കേട്ടാൽ മാത്രം പോരാ, കാണുകയും വേണം. Dani
ശകുന്തളെ, ശകുന്തളെ, ശകുന്തളെ. കന്വാശ്രമത്തിൽ ആദിത്യ പൂജ ഇല്ലാതായോ? ഇടി ആദിത്യയെ അപമാനിക്കുന്ന ധിക്കാരി, തപോനിധിയായ ദുർവാസാവനെ ധിക്കരിച്ച് നീ ആരെ ഓർത്തുകൊണ്ടിരിക്കുന്നു? അവൻ നിന്നെ മറന്നു പോകട്ടെ. നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണ്. എന്റെ ഓർമ്മകളെല്ലാം നശിക്കുന്നത് പോലെ. ശകുന്തള നിരപരാധിയാണ്, അവൾക്ക് മാപ്പ് കൊടുക്കൂ. ഇല്ല, നാം ക്ഷമിക്കില്ല. അവൾ എന്തോ ആർപ്പിടിച്ചിരുന്നതാണ്, അങ്ങേ അപമാനിച്ചുവല്ല. ശകുന്തളയെ നശിപ്പിക്കരുതേ സ്വാമി. നമ്മുടെ ശാപം നാം തിരിച്ചെടുക്കില്ല. എന്നാൽ ഇതാ ശാപമോക്ഷം തരുന്നു. എന്തെങ്കിലും അടയാളം കാണിച്ചാൽ അവൾ ആരെ ഓർത്തുകൊണ്ടിരുന്നോ അയാൾ അവളെ ഓർമ്മിച്ചോളൂ. നമുക്ക് ഈ വിവരം ശകുന്തളയെ അറിയിക്കണ്ട, അവൾ വിഷമിക്കും. ആശ്രമവാസികളെ, കുലഗുരു കണ്ണുമാസി സോമതീർത്ഥത്തിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുന്നു. കുലഗുരു തിരിച്ചെത്തിയിരിക്കുന്നു. കുലഗുരു തിരിച്ചെത്തിയിരിക്കുന്നു. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരുദേവ ജഗത് സർവം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശകുന്തളെ, ശകുന്തളെ, ശകുന്തളെ. സഖിമാരെ, എന്താണ് ആ കേൾക്കുന്നത്? ആര്യപുത്രം വരുന്നു? ഇല്ല സഖി, അച്ഛൻ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു. ശകുന്തളെ, താതനെ നമുക്കൊന്നും മറയ്ക്കുവാൻ കഴിയില്ല. വേഗം വരൂ. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് അച്ഛനെ കണ്ട്. അയ്യോ, എന്തു സംഭവിക്കുമോ എന്തോ. അനസൂയെ, നീയെങ്കിലും വരൂ. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരുദേവ ജഗത് സർവം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗുരുദേവ ജഗത് സർവം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗുരു ബ്രഹ്മ. ക്ഷമിക്കുന്നു. അച്ഛാ, ക്ഷമിക്കണേ, എനിക്ക് മാപ്പ് തരണേ. മകളെ, ഹോമാഗ്നിയിലെ പുക കൊണ്ട് കണ്ണു കാണാതായ ഹോതാവ് അർപ്പിച്ച ഹോമദ്രവ്യങ്ങൾ അഗ്നിയിൽ തന്നെ പതിച്ചു. എഴുന്നേൽക്കൂ, കരയാതിരിക്കൂ. കണ്ണുവിന്റെ മകൾ ശകുന്തളയെ വേൾക്കാൻ രാജാവിന് മാത്രമേ അർഹതയുള്ളൂ. യയാതിക്ക് ശർമ്മിഷ്ഠയെപ്പോലെ ദുഷ്യന്ത രാജാവിന് നീയും അനുയോജ്യയാണ്. ഈ അച്ഛൻ അതീവ സംതൃപ്തനായി. കുഞ്ഞെ, ചക്രവർത്തിയാകേണ്ട ഒരു ശിശുവിനെ നീ ഗർഭത്തിൽ ധരിക്കുന്നുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ശാർങ്കരവാ. എനിക്ക് സന്തോഷമായി സഖി. എനിക്കും. ശാർങ്കരവാ. ഗുരു, നീ രാജാവിന്റെ അടുക്കൽ പോയി ഞാൻ പറഞ്ഞയച്ചതായി അദ്ദേഹത്തെ അറിയിക്കൂ. ആജ്ഞാപിച്ചാലും ഗുരു. പൗരവ രാജാവിന് മംഗളം. പ്രബോധനരായ ഞങ്ങളെ അവിടെ നിന്ന് അറിയുമല്ലോ. എന്റെ ഇഷ്ടപുത്രി ശകുന്തളയെ ബന്ധുക്കളുടെ അനുവാദം കൂടാതെ അങ്ങ് വിവാഹം കഴിച്ച് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അവൾക്ക് അങ്ങയോടുള്ള പ്രേമവും അങ്ങയുടെ കുലീനമായ കുലമര്യാദയും ഓർത്ത് ഗർഭിണിയായ അവളെ സ്വീകരിച്ചാലും എന്ന്. ശകുന്തളെ, നീ ഭർതൃഗ്രഹത്തിലേക്ക് പോകുവാൻ ഒരുങ്ങിക്കൊള്ളൂ. ഗുരുവിന്റെ കൽപ്പനയാണ്. വരൂ.
എല്ലാം സന്തോഷമായി സഖി. എന്നാലും ശകുന്തള പോകുന്നല്ലോ എന്നോർക്കുമ്പോൾ എനിക്കറിയാം, എന്നെ വിട്ടു പിരിയുവാൻ നിനക്ക് വേദനയുണ്ട്. പക്ഷേ ധർമ്മം അങ്ങനെ അനുശാസിക്കുന്നു. പിതാ രക്ഷതി കൗമാരേ ഭർത്താ രക്ഷതി യൗവനേ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. നീ എന്റേതല്ലെന്നുള്ള കാര്യം ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. നീ പോകുന്നു, എന്റെ മകൾ ശകുന്തള പോകുന്നു. ലോകത്തെ സമസ്ത ബന്ധങ്ങളും ത്യജിച്ച തപസ്വിയായി എന്റെ മനസ്സുപോലും പുത്രീവിരഹം കൊണ്ട് ഇത്രമാത്രം അസ്വസ്ഥമാകുമെങ്കിൽ ലൗകികരായ ഗൃഹസ്ഥന്മാർക്ക് മക്കളെ പിരിയുമ്പോൾ എത്രമാത്രം ദുഃഖമുണ്ടാവും. ദേവതമാരേ വിട നൽകൂ വിട നൽകൂ പോവുകയല്ലോ ഭർതൃഗൃഹത്തിന് പോവുകയല്ലോ ശകുന്തള. വനദേവതമാരേ വിട നൽകൂ വിട നൽകൂ പോവുകയല്ലോ ഭർതൃഗൃഹത്തിന് പോവുകയല്ലോ ശകുന്തള. മരവുരി നൽകുക നിന്മേനി വാകകളേ. ചാർത്താൻ ചാന്ത് ചുരത്തുക ചന്ദന ശാഖികളെ. താനേ വിടരുക തപസ്സിരിക്കും താമരമൊട്ടുകളെ. വനദേവതമാരേ വിട നൽകൂ വിട നൽകൂ പോവുകയല്ലോ 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 ശകുന്തള. വാരിപ്പുണരുക വാരിപ്പുണരുക വനജോത്സ്നേ സഖി വനജോത്സ്നേ. ആരു നനയ്ക്കും താലോലിക്കും ആരു വളർത്തും നിന്നെ ഇനി ആരു വളർത്തും നിന്നെ. വൽക്കലത്തുമ്പ് പിടിച്ചു വലിക്കും കസ്തൂരി മാനേ മാനേ. ഓമനിച്ചു വളർത്തിയ നിൻ സഖി പോവുകയല്ലോ
സന്തോഷമായി പോയി വരും. എന്റെ അച്ഛനെ ഇനി ഞാൻ എന്ന് കാണും? കരയാതിരിക്കൂ ശകുന്തളെ. സ്നേഹത്തിന്റെ സുഖം എന്തെന്ന് എന്നെ പഠിപ്പിച്ചത് നീയാണ്. ഇനി അതിന്റെ ദുഃഖമെന്തെന്ന് കൂടി ഈ അച്ഛൻ അറിയട്ടെ. സ്നേഹമാണ് മകളെ ധർമ്മം, സ്നേഹമാണ് തപസ്. സ്നേഹവേദന കൊണ്ടുള്ള ദുഃഖവും സുഖമാണ്. അച്ഛ, ഇവിടുന്ന് ഒറ്റയടി നീങ്ങുവാൻ ഞാൻ ശക്തിയാവുന്നില്ല. അച്ഛാന്നിന് ഞാൻ ആരെ വിളിക്കും? കരയാതിരിക്കൂ. ഭർത്താവിന് ഇഷ്ടപത്നിയാവുക. സഖിമാരെ, എന്റെ പേർക്ക് ആ പാങ്ങിനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. സഖി, ഞങ്ങളത് ആരെ ഏൽപ്പിച്ചിട്ട് പോകുന്നു? മകളെ, സമയമായി, എണീക്കൂ. കരയാതിരിക്കൂ മകളെ. കുണ്ടും കുഴിയും കല്ലും മുള്ളും നിറഞ്ഞതാണ് ജീവിതം. കാലിടറാതെ സൂക്ഷിച്ച് യാത്രയാവൂ മകളെ. അരമനയിൽ ചെന്നാൽ മഹാരാജ്ഞിയായി നീ ഞെളിയരുത്. ആദിത്യപൂജ ഒരിക്കലും മുടക്കരുത്. ഭർത്താവ് കോപം കൊണ്ട് നിന്നെ നിരാകരിച്ചാൽ പോലും നീ അദ്ദേഹത്തെ വെറുക്കരുത്. ഭക്തജനങ്ങളിൽ എപ്പോഴും കരുണയുള്ളവളായിരിക്കണം. അച്ഛന്റെ ഈ ഉപദേശങ്ങൾ മറക്കരുത് കുഞ്ഞെ. ഇല്ല അച്ഛ. ശാർങ്ങരവ, മുഹൂർത്തമായി. പോയി വരും മകളെ. പോയി പ്രിയമതെ, സഖിയോട് ചെന്ന് പറയൂ. ശകുന്തളെ, മുദ്രമോതിരം സൂക്ഷിച്ചോളണേ. പുത്രോ ഹി കന്യാ പരകീയേവ തമന്യ സംപ്രേക്ഷ്യ പരിഗ്രഹീതു ജാതോ മമായം വിശദഃ പ്രകാമം പ്രത്യർപ്പിതന്യാസൈവാന്തരാത്മാ. പോവുകയല്ലോ ശകുന്തള. വൈഷ്ണവീ മാതാ നിത്യം വിഷ്ണുപദേ സ്ഥിതാ. സുരഭി വൈഷ്ണവീ മാതാ നിത്യം വിഷ്ണുപദേ സ്ഥിതാ. ഗോദാനന്ദു മയാ ദത്തം മമ പാപം ജപോഹതു. സുരഭി വൈഷ്ണവീ മാതാ നിത്യം വിഷ്ണുപദേ സ്ഥിതാ. സുരഭി വൈഷ്ണവീ മാതാ. വേത്രപതി, എന്തിനാണാവാം കുലപതി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഋഷിമാരെ നിയോഗിച്ചിരിക്കുന്നത്? സൽക്കർമ്മത്തെ കൊണ്ടാടി തിരുമേനി ആദരിക്കുവാനായി. കുലപതി കണ്വന് ക്ഷമമല്ലേ? അങ്ങയുടെ സൽഭരണം കൊണ്ട് ക്ഷേമം തന്നെ. ഗുരുനാഥന്റെ സന്ദേശം അങ്ങയെ അറിയിക്കുവാൻ അനുവദിച്ചാലും. കേൾക്കട്ടെ. കുലപതി കണ്ണുവൻ ഇപ്രകാരം അരുളി ചെയ്തു. എന്റെ പുത്രിയെ അങ്ങ് ഗാന്ധർവ വിധിപ്രകാരം വിവാഹം ചെയ്തതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഗർഭിണിയായ അവളെ ഞാൻ അങ്ങോട്ട് അയക്കുന്നു, സ്വീകരിച്ചാൽ. നാം എന്താണ് ഈ കേൾക്കുന്നത്? നാം ഗാന്ധർവവിവാഹം കഴിച്ചു. ആരെ? എപ്പോൾ? എവിടെ വെച്ച്? ഒന്നും മനസ്സിലാകുന്നില്ല. അയ്യോ, ആര്യപുത്ര. ആര്യപുത്രൻ? ആരെ? നാമാണോ? അങ്ങനൊരു സംഭവം നാം ഓർക്കുന്നത് പോലുമില്ല. നോക്കൂ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ശകുന്തള, കണ്വാശ്രമത്തിലെ ശകുന്തള, അങ്ങയുടെ ശകുന്തള. ശകുന്തള, ശകുന്തള. നല്ല പേര്. പക്ഷെ ഈ പേര് നാം ആദ്യം കേൾക്കുകയാണ്.
രാജൻ, ആരും അറിയാതെ അങ്ങ് ഈ കണ്ണുപുത്രിയെ പരിഗ്രഹിച്ചു. അത് സമ്മതിച്ചെന്ന ഋഷിവര്യനെ അങ്ങ് അപമാനിക്കുകയാണ്. മുനികുമാര, ശകുന്തള എന്നു പേരുള്ള ഈ സുന്ദരിയെ നാം കണ്ടിട്ടുള്ളതായി പോലും ഓർക്കുന്നില്ല. ബന്ധുക്കൾ അറിയാതെ ഭർത്താവിനെ സ്വീകരിച്ചതിന്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത്. നിനക്കെന്താണ് പറയാനുള്ളത്? ആര്യപുത്ര, അല്ലെങ്കിൽ വേണ്ട. രാജഋഷി, അന്ന് ആശ്രമ പരിസരത്ത് വെച്ച് അങ്ങേ വിശ്വസിച്ച എന്നെ ഉപേക്ഷിക്കരുതേ, അപമാനിക്കരുതേ. ശാന്തം പാപം, ശാന്തം പാപം. അന്ന് കണ്വാശ്രമ പരിസരത്ത് വെച്ച് തോഴികളുടെ മുമ്പിൽ വെച്ച് ഓടിച്ചിട്ടും പോകാതെ എന്റെ മുഖത്തിന് നേരെ പറന്നു വന്ന കരിവണ്ടിനെ ആ കൈകൾ കൊണ്ട് ആട്ടി ഓടിച്ചത് അങ്ങ് ഓർക്കുന്നില്ലേ? മാലിന്യത്തെ വള്ളിക്കുടിൽ അങ്ങ് ഓർക്കുന്നില്ലേ? എന്താണ് ഈ സ്ത്രീ പറയുന്നത്? അങ്ങ് മാൻപേടയ്ക്ക് വെള്ളം കൊടുത്തതും അത് കുടിക്കാതിരുന്നതും ഞാൻ വാങ്ങി കൊടുത്തപ്പോൾ അത് കുടിച്ചതും ആ മാൻപേടയും ഞാനും കാടനാണെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിയത് അങ്ങ് ഓർക്കുന്നില്ലേ? എന്നെ മാറോട് ചേർത്ത് എന്റെ മോതിരവിരതി രാജമുദ്ര അണിയിച്ചത് ഓർക്കുന്നില്ലേ? മുദ്രമോതിരം അണിയിച്ചത് ഓർക്കുന്നില്ലേ? മുദ്രമോതിരം എവിടെ? ഇതാ നോക്കൂ. മോതിരം കാണുന്നില്ല, മുദ്രമോതിരം കാണുന്നില്ല, മുത്തശ്ശി മോതിരം കാണുന്നില്ല. മോതിരം കാണുന്നില്ല. ചക്രാവതാര നദിയിൽ ശചീതീർത്ഥ സ്നാനം ചെയ്തപ്പോൾ കളഞ്ഞതാവണം. ഇതാണ് സ്ത്രീകൾക്ക് വേണ്ടപ്പോൾ വേണ്ട പോലെ ബുദ്ധി തോന്നുമെന്ന് പറയുന്നത്. ഇത് വിധിയാണ്, വിധി. രാജൻ, ഞങ്ങൾ ഗുരുവിന്റെ ആജ്ഞ അനുസരിച്ചു കഴിഞ്ഞു. ഇവളെ അങ്ങേക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ ഉപേക്ഷിക്കാം. ഞങ്ങൾ പോവുകയാണ്. ഗൗതമ മുത്തശ്ശി, വരൂ. മുത്തശ്ശിയമ്മേ, നിങ്ങൾ എന്നെ ഉപേക്ഷിക്കരുത്. ഇവളെ നമ്മൾ എങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകും? ഇവളെ തിരിച്ചുകൊണ്ട് ചെല്ലുവാൻ ഗുരുകൽപ്പനയില്ല. തന്നെയുമല്ല, ഭർത്താവ് തള്ളി പറയുന്ന ഗർഭിണിയായി ഇവളെ ആശ്രമത്തിൽ താമസിപ്പിക്കുന്നത് ആശ്രമധർമ്മത്തിന് യോജിച്ചതുമല്ല. ഗൗതമ മുത്തശ്ശി, വരൂ. മുത്തശ്ശിയമ്മേ, മഹാരാജാവേ, ധനമത്തത കൊണ്ട് നൂറുകണക്കിന് സ്ത്രീകളെ ഭാര്യമാരാക്കാനും തോന്നുമ്പോൾ വലിച്ചെറിയുവാനും രാജാക്കന്മാർക്ക് കഴിയും. അതിനെല്ലാം ധർമ്മശാസ്ത്രത്തിന്റെ അംഗീകാരവും നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. രാജധർമ്മം എന്തെന്ന് നമുക്കറിയാം. അറിയാമെന്ന് ഞാനും ധരിച്ചിരുന്നു. ധർമ്മക്കുപ്പായിട്ട് നടക്കുന്ന അങ്ങ് പുല്ലുമൂടിയ കിണറിനെ പോലെയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. രാജസന്നിധിയിലാണ് നീ സംസാരിക്കുന്നതെന്ന് ഓർമ്മയിരിക്കട്ടെ. കണ്വാശ്രമത്തിന്റെ പരിശുദ്ധിയിൽ വളർന്നവളാണ് ശകുന്തള എന്ന് അങ്ങും ഓർത്തിരിക്കണം. വിവാഹിതയാകാതെ ഗർഭം ധരിച്ച നിനക്കാണോ കണ്വാശ്രമത്തിന്റെ പരിശുദ്ധി? രാജൻ, എന്ത് വിവാഹിതയാകാതെ സൂര്യവംശത്തിന്റെ അന്തസ്സും ധർമ്മവും കാക്കുന്ന രാജാവാണ് ദുഷ്യന്തനെന്ന് ധരിച്ചുപോയി. ചുണ്ടിൽ തേനും ഹൃദയത്തിൽ നഞ്ചുമായി നടക്കുന്ന ഒരു വിടനാണെന്ന് ഞാൻ ധരിച്ചില്ല. രാജപൗരുഷം നീ കണ്ടിട്ടില്ല. അത് എന്റെ രക്തത്തിലുമുണ്ട്. പക്ഷേ ശകുന്തള സ്ത്രീയാണ്. ഞാൻ ക്ഷമിക്കുന്നു, ഞാൻ സഹിക്കുന്നു. മഹാരാജാവ് വിജയിക്കട്ടെ. കുരുവംശത്തിൽ ജനിച്ച അങ്ങിൽ നിന്നും അറിയാതെ പോലും ഒരധർമ്മം സംഭവിച്ചുകൂടാ. പ്രസവം വരെ ഈ സ്ത്രീ എന്റെ മഠത്തിൽ താമസിക്കട്ടെ. കുട്ടിയുടെ മുഖച്ഛായ കണ്ടിട്ട് നമുക്ക് നിശ്ചയിക്കാമല്ലോ. കുലഗുരുവിന്റെ അഭിഷ്ടം പോലെ. മഹാരാജാവേ,
അങ്ങയുടെ ഔദാര്യത്തിന് നന്ദി. എന്നാൽ കുട്ടിയെ കണ്ടിട്ട് അച്ഛനെ നിശ്ചയിക്കേണ്ട ഗതികേട് ശകുന്തളയ്ക്കില്ല. ശകുന്തള പതിവ്രതയാണ്, മാതാവാണ്. ശകുന്തള പ്രസവിക്കും, ആ കുഞ്ഞിനെ വളർത്തും. ഞാൻ പതിവ്രതയാണെങ്കിൽ എന്റെ മകൻ ആ കിരീടം പിടിച്ചു വാങ്ങും. രാജകൊട്ടാരങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകളെ എന്റെ മകൻ ചുട്ട് ചാമ്പലാക്കി ആ വെണ്ണീര് കൊണ്ട് എനിക്ക് തിലകം ചാത്തി ലോകമെമ്പാടും കേൾക്കുന്ന ശബ്ദത്തിൽ അവൻ വിളിച്ചു പറയും, എന്റെ അമ്മ ശകുന്തള ഈ വെണ്ണീർ പോലെ പരിശുദ്ധയാണ്. പൗരവരാജ കിരീടത്തിന് നേരെ ഇന്നോളം ആരും വിരൽ ചൂണ്ടിയിട്ടില്ലെന്ന് ഓർക്കട്ടെ. രാജൻ, എല്ലാ ആശകളും തകർന്നടിഞ്ഞപ്പോൾ, ജീവിതം വഴിമുട്ടിയപ്പോൾ വിവേകം വിട്ടുപോയ ഈ സാധു എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരൂ. എന്താണ് ഈ ജൽപ്പനങ്ങളുടെ അർത്ഥം? ഈ സ്ത്രീ ആരാണ്? കണ്വാശ്രമത്തിന്റെ പരമോന്നതമായ പരിശുദ്ധിക്കുള്ളിൽ മയിലുകളോടും മാൻപേടകളോടും ഒപ്പം അനാഥയായ ഒരു പെൺകുട്ടി വളർന്നു വന്നു. വേദന അവൾ അറിഞ്ഞില്ല, ജീവിതം അവൾ കണ്ടില്ല. തളിരണിഞ്ഞ വള്ളിക്കുടലുകളെയും പൂവണിഞ്ഞ കാട്ടുചെടികളെയുമേ അവൾ കണ്ടിട്ടുള്ളൂ. പ്രണവം മാത്രമേ അവൾ കേട്ടിട്ടുള്ളൂ. മഹാരാജാവേ, ആ ഞാനിന്ന് ഉറ്റവരും ഉടയവരും ഇല്ലാത്ത ഒരു സ്ത്രീയാണ്, അവമാന്യതയായ ഒരു ഗർഭിണി. എനിക്കിനി ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. അങ്ങയുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും ഒരിക്കലും ഒരു സാധു പെണ്ണ് എന്നെപ്പോലെ ആശ്രയമറ്റവളാവാൻ ഇടയാക്കരുതേ. അങ്ങേക്ക് സർവമംഗളങ്ങളും ഉണ്ടാകട്ടെ. യാഗകർമ്മങ്ങൾ നടക്കട്ടെ. ജോളമുണ്ടേ നമുക്കൊന്ന് സൂക്ഷിക്കാം. ഇന്ന് മീൻ പെയ്തിട്ടുണ്ടാളിയാ. നാടൻ തമ്പരാനും തൊഴിലേച്ച് വരട്ടെ. അങ്ങനെ അങ്ങ് ഒറ്റയ്ക്ക് പോയാലോ? എനിക്ക് തമ്പരാനെ വിസ്തരിച്ചുള്ളൂ. നാടൻ തമ്പരാന് അടിയന്റെ ചൂണ്ട തെരുവിനെ കൊത്തിക്കണേ, കിട്ടുന്ന പകുതി അങ്ങ് തന്നേക്കാം. ഇനി പൊന്നമ്പരാന് വിശ്വാസമില്ല, പാതി പിടിച്ചേച്ചും പാതി തന്നേറ്റാ മതി. മാടത്തമ്പരാൻ സമ്മതിച്ചടാ. ഒന്നുകൂടി തൊഴിലാളിയാ. തൊപ്പി പോയി. എന്റെ ചൂണ്ട കൊത്തിയടാ. എന്റെ ചൂണ്ടലാണ് കൊത്തിയത്. എന്റെ ചൂണ്ടയിലാണ് എന്റെ ചൂണ്ടലാണ് കൊത്തിയത്. ആ എന്നാ നമുക്ക് നോക്കാം. എന്റെ ചൂണ്ട വലിയ എന്റെ ചൂണ്ടലാണ് വീണത്. ഞാൻ തരിയല്ല. എന്റെ മീനാണ്. വേണമെങ്കിൽ വേറൊന്നിനെ പോയി നിന്നെ കൊന്നു ആർക്കും കൊടുക്കല. എന്റെ മാടൻ തമ്പുരാനെ ക്ഷമിക്കണം. അടിയന് പഠിപ്പില്ലാത്തവനാണ്. പാതി തരാമെന്നൊക്കെ പറഞ്ഞത് അറിവില്ലായോണ്ട് പറഞ്ഞു പോയതാണ് കേട്ടോ. അവിടുന്ന് ക്ഷമിക്കണം. അവിടത്തേക്ക് യാതൊരു വിരോധമൊന്നും ഉണ്ടാകരുത് കേട്ടോ. അടുത്ത പ്രാവശ്യം കിട്ടുവാണ് മുഴുവൻ അങ്ങ് തന്നേക്കാം. അടിയൻ പോട്ടെ. എടാ അവിടെ നിൽക്കടാ. പിന്നെ നമുക്ക് രണ്ടുപേരും പപ്പാശ എടുത്തുകളാം. പപ്പാശ നമുക്ക് ആ പാറമ്മ കൊണ്ടുപോയിട്ട് പിന്നെ മുറിക്കുമ്പോ വ്യത്യാസം വന്നാലേ ഞാൻ മാടൻ തമ്പുരാന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. സാരമില്ല. എന്നാ ഇവിടെ ഇരുന്നു. മുറിച്ചോ. ഒപ്പം കണ്ടി. അളിയാ ഒപ്പം കണ്ടിക്കണം. ഒപ്പം പപ്പാൻ കൊണ്ടുപോ. മുറിച്ചോ. ഒന്ന് രണ്ട്. അളിയാ മാടൻ തമ്പുരാൻ നോക്കണേ. അവിടെ സന്തോഷമായിട്ടിരുന്ന് ഞങ്ങൾ അങ്ങോട്ട് വരാ. എടാ, ഞാൻ വയസ്സിന് മൂത്തായോണ്ട് എനിക്ക് തല, നിനക്ക് വാലും. വായന്തോന്ന് വർത്താനം പറയടാ. മോതിരം തൊട്ടു പോകരുത്. ഇതെന്റെ വയറ്റിൽ കിടന്ന മോതിരമാ.
എടാ ഇത് എന്റെ മീനിന്റെ വയറ്റിൽ കിടന്നല്ലേടാ, എനിക്കിപ്പോ മനസ്സില്ല. എടാ കൊന്നുകളെ, സത്യം പറയാം. എന്നാലേ നമുക്കിത് കൊണ്ടുപോയി വിറ്റ് രണ്ടുപേർക്കും പപ്പാതി എടുക്കാം. എന്നാ നീ തലയെടുത്തോ, ഞാൻ വാലും എടുത്തോളാം. ഇത് നമുക്ക് വീട്ടിൽ കൊണ്ട് കൊടുത്തേക്ക് കടയിൽ പോയി വിൽക്കാം. പിന്നെ മുതലയുടെ പാതി ആരും പിടിക്കട്ടെ. ഇത് നമുക്കൊന്ന് വിറ്റ് രണ്ടൊന്ന് ചൂണ്ടൊക്കെ മേടിക്കാൻ നമുക്കൊന്ന് എനിക്കൊരു സമ്മതം നടത്തണം. നടത്തിക്കോ. മാറം തമ്പുരാനെ, ഞങ്ങളുടെ ഓരോ കയ്യിലും മോതിരമായതുകൊണ്ട് മറ്റേ കൈ കൊണ്ട് തൊടാൻ സാധിക്കുള്ളൂ. കയ്യന്മാരാണ്. നിങ്ങളെ വിട്ടാണ്ട് പോകാൻ പാടില്ലല്ലേടാ. എടുത്തോണ്ടേ എന്റെ പണം ഇങ്ങനെ. ഇത് എന്ന മോതിരം ഇത്? ഇത് വെറും പിത്തള താനേ. നിർത്ത പാകിരാമ. പിക്കലാണെങ്കിലേ ഞങ്ങളുടെ മോതിരം ഇങ്ങനെ വെച്ചാ മതി. പിന്നെ അത് കൊള്ളാമല്ലോ. ചുമ്മാതാണോ മനുഷ്യരെല്ലാം പറ്റിച്ച് കാണുന്നതെല്ലാം സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്? ഉവേ, ആ മോതിരം ഇങ്ങ് തന്നെ. തന്റെ ഒരു ബാഹിത ഇങ്ങ് എടുക്കാനാ മോതിരം. വെറും പിത്തള മോതിരത്തേക്കാ എതുക്കാകെ ചണ്ട പോലും. ചേച്ചെ പോടെ പോടെ പോടെ. പഹിരാമ ചന്ദ്രരാഘവ നിർത്താനേ. കാണാൻ കൊടുത്ത മുതൽ കൈപ്പെട്ടിയിലിട്ടേക്ക് ഞങ്ങളുടെ മോതിരം ഇങ്ങെടുക്കാന്. വയറ് കുത്തി വയറ്റിലുള്ളത് ഞങ്ങൾ എടുക്കണം. ഞാൻ കൊന്നുകളെ. എന്താ അവിടെ ബഹളം? സ്വാമി, അടിയങ്ങളെ രക്ഷിക്കണം. അടിയങ്ങളൊരു മോതിരം കൊണ്ട് കൊടുത്തു വിൽക്കാൻ. ഇപ്പൊ മോതിരമില്ല, പണവും ഇല്ല. വ്യാപാരി சாமி, எவங்க சொல்றது சுட்ட போய் கட்ட போய். எவங்க மீன் பிடிக்கிற ஆளுங்க, மோதிரம் விற்கிற ஆளுங்க அல்ல. மோதிரம் சொந்தம், സത്യം. ചിന്നു, ഓ ഇത് പഴയ ഔഷധക്കെട്ടല്ലേടാ ഇത്. നിങ്ങളെ ഞാനിതിന് മുമ്പ് കണ്ടിട്ടില്ല. സത്യം പറ, മോതിരമാരുടെ? സ്വാമി, എന്റെ ആ മോതിരം. ഇവൻ കഴുത്തർപ്പന സ്വാമി. മോതിരം എന്റെയാ. എവിടെയാ മോതിരം? ഇത് മഹാരാജാവിന്റെ മുദ്രമോതിരമാണല്ലോ. മഹാരാജാവിന്റെ മോതിരമോ? ആരാണ് മോഷ്ടിച്ചത്? ഇവന്താ മുദ്രമോതിരം കൊണ്ട് തരുന്നത്. ദിടീർന്ന് പെട്ടിക്കൊള്ള വെച്ച് പൂട്ടിനെ. ഇല്ല സ്വാമി, ഞാനല്ല മോതിരം മോട്ടിച്ച. ചിന്നന. അവന്റെ കൂടെ ഞാൻ ചുമ്മാ വന്നേ ഉള്ളൂ. സ്വാമി, എന്റെ കൂടെ വന്ന പൊന്നനാ. ഇവനെ അകത്താക്കി. സ്വാമി, அந்த மோதிரத்தை கொஞ்சம் மறைத்து பாருங்க. சாமி, நான் அப்பவே சொன்னேன். ஆறு சொன்ன? என்ன சொன்ன? இவங்க கேவலமான முக்குவ பசங்க, திருடர்கள், தெரிஞ்சுகள். ஐயோ சாமி,
ദേവീ പ്രസാദമായ ഈ മംഗല്യമാല അണിയിച്ച് നിന്നെ ഞാൻ ഗാന്ധർവ വിധിപ്രകാരം പരിഗ്രഹിക്കുന്നു. ശകുന്തള, ശകുന്തളേ, എന്താ മാളവ്യ, നാം എല്ലാം ഓർക്കുന്നു. ശകുന്തളയെ നാം വിധിപ്രകാരം പരിഗ്രഹിച്ചതാണ്. അവളുടെ ഗർഭത്തിലുണ്ടായിരുന്ന ശിശു എന്റേതാണ്. പാപഫലം കൊണ്ട് നാം ഒന്നും ഓർത്തില്ല. ഈ മുദ്രമോതിരം നാം അവളുടെ പേരിൽ അണിയിച്ചതാണ്. തിരുവനന്തപുരം ആശ്വസിച്ചു. മാളവ്യ, നാം അസ്വസ്ഥനാകുന്നു. നമ്മെ ശേഖരത്തിലേക്ക് നയിക്കൂ. കൊണ്ടുവരികയാണോ? ഒച്ചേടാവേ. തമ്പുരാന് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് തന്നെ ഇങ്ങിട്ടാ മതി കേട്ടാ. തമ്പുരാനെ, തമ്പുരാൻ ഞങ്ങളെ പുറത്തോട്ട് വിടരുത് കേട്ടാ. ഇതുപോലെ ചോറ് തന്നേച്ചാ മതി. തരാം. നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ട യാതൊരു കാര്യവും ഇല്ല. നമ്മുടെ സേനാനായകൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം അങ്ങ് തീർക്കും. എത്രയും വേഗം നിങ്ങളെ മൈതാനത്തേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടുപോയി നല്ല ശാപ്പാടൊക്കെ തന്ന് സന്തോഷമായിട്ട് കഴുത്തങ്ങോട്ട് വെട്ടും. കരയണ്ട കേട്ടോ. നിങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് തൂക്കി അങ്ങ് കൊന്നേക്കാം. മഹാരാജ കൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ രണ്ടുപേരെയും വിടുതല ചെയ്യാൻ. ഞങ്ങള് പുറത്തോട്ടില്ല, കഴുത്ത് വെട്ടും. സാമിണ്ടായിടോ, ഞങ്ങൾ സ്വാമിയോടാ പറഞ്ഞത്. കേട്ടോ സ്വാമി, ഞങ്ങൾക്ക് പുറത്തേക്കാ സുഖം അകത്താ. അയ്യോ, പുറത്തിറങ്ങി രാപകല് പാടുപെട്ട് മീൻ പിടിച്ചിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ഇവിടെയാണെങ്കിൽ സമയാസമയം ആഹാരം കിട്ടും. സ്വാമി, അടിയന്റെ കെട്ടികളെയും പെമ്പറന്നവരെയും കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങോട്ട് കയറ്റി തന്നാൽ ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് താമസിച്ചോളാം സ്വാമി. അതിന്റെ കൂടെ ഞങ്ങളുടെ ചൂണ്ട കൂടെ ഇങ്ങ് എത്തിച്ചു കിട്ടിയാൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചൂണ്ട ഇട്ടോളാവേ. അയ്യാടാ, സ്വാമി, പല അവസ്ഥക്കെട്ടല്ലേ? ഒരു സംശയം അല്ലെങ്കിൽ വേണ്ട, ക്ഷമിച്ചേര്. മഹാരാജ തിരുമനസിലെ മോതിരം തിരിച്ചു കിട്ടിയിൽ നാം അതീവ സന്തുഷ്ടനായിരിക്കുന്നു. നിങ്ങൾക്ക് ചോക്കാവുന്നിടത്തോളം സ്വർണ്ണ നാണയങ്ങൾ തരാൻ തിരുമനസുകൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. ശകുന്തള പ്രസവിച്ചു. കാശ്യപാശ്രമത്തിൽ ഒരു ചക്രവർത്തി ജാതനായി. വിജയീ ഭവ, വിജയീ ഭവ. എല്ലായിടത്തും നാം അന്വേഷിച്ചു, ഇല്ല. എന്റെ ശകുന്തളയെ കണ്ടില്ല. തിരുമനസുകൊണ്ട് കണ്വാശ്രമത്തിൽ പോയോ? നാം തേടി നടക്കാത്ത ഒരിടവും ഈ ഭൂമിയിലില്ല. കണ്വാശ്രമത്തിലെ പുൽക്കൊടികൾ പോലും നമ്മെ ശപിക്കുന്നത് പോലെ തോന്നുന്നു. ശകുന്തളയെ
മകനെ, നിനക്ക് നാം സർവദമനൻ എന്ന് നാമകരണം ചെയ്തത് അന്വർത്ഥമായി തീരും. ലോകം അവസാനിക്കുന്നത് വരെ നിന്റെ പേര് ശാശ്വതമായി നിലകൊള്ളും. ശകുന്തള എവിടെ? ദേവി പൂജാപുഷ്പങ്ങൾ ശേഖരിക്കാൻ പോയിരിക്കുകയാണ്. മുത്തച്ഛനൊരു ഉമ്മ തരും. ഉണ്ണി, സർവദമന. അത് അമ്മ വിളിക്കുന്നു. ഉണ്ണി, ക്ഷത്രിയന്റെ മകനാണ് നീ. ഈ കാശിപാശ്രമത്തിൽ വെച്ച് തന്നെ അമ്മ നിന്നെ അസ്ത്രവിദ്യ പഠിപ്പിക്കും. നിന്നെ വളർത്തി വീരയോദ്ധാവാക്കിയിട്ട് വേണം അച്ഛന്റെ മുമ്പിൽ നിർത്തി ചോദിക്കുവാൻ, പൗരവ രാജാവ് നിന്റെ അമ്മ ശകുന്തളയെ തിരിച്ചറിയുമോ എന്ന്. മുത്തശ്ശൻ വരുന്നു. അഭ്യസിക്കൂ മകനെ, അഭ്യസിച്ച് അസ്ത്രവിദ്യയിൽ അജയ്യനാണ്. നീ നാളെ ചക്രവർത്തിയാകുമ്പോൾ നിനക്കിത് കൂടിയേ തീരൂ. മുത്തശ്ശൻ കാണട്ടെ. മിടുക്കൻ. ഒന്നുകൂടി. ലക്ഷ്യം തെറ്റരുത് മകനെ. ആ ചിത്രചട്ടത്തിൽ എന്താണ് വരയ്ക്കാനുള്ളത്? ഇതിൽ വരയ്ക്കാനുള്ളത് കെട്ടഴിഞ്ഞ് പൂമാല താഴെ വീടാറായ തലമുടിയും വിയർപ്പണിഞ്ഞ മുഖവുമായി തേന്മാവിന്റെ ചുവട്ടിൽ ഒട്ടു തളർന്ന പോലെ നിൽക്കുന്ന എന്റെ ജീവിത സഖിയുടെ ചിത്രം. കൊള്ളാം. പിന്നെന്താണ് വരയ്ക്കാനുള്ളത്? ഇണയരയന്നങ്ങൾ നീന്തിക്കളിക്കുന്ന മാലിന്യയുടെ നീർച്ചാലെഴുതണം. അതിന്റെ പിന്നിൽ ഹിമവാന്റെ കൊച്ചു പർവ്വത നിരകൾ എഴുതണം. മരവിരി തൂക്കിയിട്ടിരിക്കുന്ന ഒരു മരത്തിന്റെ ചുവട്ടിൽ കലമാനിന്റെ കൊമ്പിന്മേൽ ഇടതുകൺ ഉരസിക്കൊണ്ട് നിൽക്കുന്ന മാൻപേയുടെ എഴുതണം. കലമാന്റെ കൊമ്പിൽ കണ്ണു വെച്ചുരച്ചാൽ മാൻപേയുടെ കണ്ണു പൊട്ടിപ്പോകില്ല തിരുമേനി? അരസിക. കലമാനിന്റെ കൊമ്പിൽ കണ്ണു ചൊറിയുന്ന മാൻപേട് പുരുഷനിൽ സ്ത്രീക്കുള്ള വിശ്വാസത്തിന്റെ ചിത്രീകരണമാണ്. കാമാർത്തിയായ മാൻപേടെ കിടം കണ്ണു ചൊറിയുമെന്നാണ് കാവ്യസങ്കല്പം. തിരുമേനി, അതാ ശകുന്തളയുടെ മുഖത്തിൽ നിറക്കെ ഒരു വണ്ട് വന്നെടുക്കുന്നു. നാം ഇവനെ കൊല്ലും. നിമിഷ നേരത്തേക്ക് നാം സ്ഥലകാലങ്ങൾ മറന്നുപോയി. ചിത്രത്തിലാണെങ്കിൽ പോലും നാം ഇത് സഹിക്കില്ല. നാം ഒറ്റയ്ക്ക് ഒന്നിവിടെ ഇരുന്ന് കൊള്ളട്ടെ. മധുരിയെ, മാടവ്യ, ഈ ചിത്രച്ചട്ടമെടുത്ത് ഉദ്യാനത്തിൽ കൊണ്ടുചെന്ന് വയ്ക്കൂ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ, ശകുന്തളേ. മാനത്തെ വനജോത്സ്ന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ട് നടക്കുമ്പോൾ. മാനത്തെ വനജോത്സ്ന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ട് നടക്കുമ്പോൾ. നീലക്കാർമുകിൽ കരിവണ്ട് മുരളുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. നിന്നെ കുറിച്ച്
ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞുറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. താമരയിലകളിൽ അരയന്ന പെൺകൊടി കാമലേഖനമെഴുതുമ്പോൾ താമരയിലകളിൽ അരയന്ന പെൺകൊടി കാമലേഖനമെഴുതുമ്പോൾ നിലക്കാടുകൾ മലർമെത്ത വിരിക്കുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞുറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ. വേണ്ട ഉണ്ണി വേണ്ട, ഞാനിവരെ ശവിച്ച് ഭസ്മമാക്കിക്കളെ. വേണ്ട മുത്തച്ഛ, കാശുവൻ മുത്തച്ഛൻ പറയാറുണ്ട്, വെറുതെ ശവിച്ചാൽ മുനിമാരുടെ കംസും ഭസ്മമായി പോകും. അതും ശരിയാണ്. മുത്തച്ഛൻ ഇവിടെ ഇരിക്കും, ഞാൻ പോയി അശ്വവും പാദ്യവും കൊണ്ടുവരാം. വേണ്ട ഉണ്ണി, നിന്റെ ഈ വാക്കുകൊണ്ട് തന്നെ മുത്തച്ഛന്റെ വയറ് നിറഞ്ഞു. ഒന്നുകൂടെ വിളിക്കൂ, മുത്തച്ഛ മുത്തച്ഛ എന്ന്. മുത്തച്ഛ മുത്തച്ഛ. ആ, ഉണ്ണിയുടെ പേരെന്താ? താമസന്മാരൊക്കെ വിളിക്കുന്നത് സർവ്വധമനൻ. അമ്മ വിളിക്കും മോനെ, കൺമണി, ഉണ്ണി. കാശുവ മുത്തച്ഛൻ വിളിക്കും ഭരത, ഭാര്യചക്രവർത്തി. അത് ശരി, മുത്തച്ഛൻ എന്ത് വിളിക്കും? കുഞ്ഞുമോനെ. ഉണ്ണി, സർവ്വധമന എവിടെയാണ്? അതാണ് എന്റെ അമ്മ. വല്ല സിംഹത്തിന്റെ വായിലും ചെന്ന് ചാടിയോ? മംഗളമുണ്ടാകട്ടെ. ഉണ്ണി, സർവ്വധമന എവിടെയായിരുന്നു ഇതുവരെ? മകനെ, മഹർഷിമാരെ കണ്ടാൽ നമസ്കരിച്ച് സൽക്കരിക്കല്ല വേണ്ടത്. ഭഗവാൻ ഈ അപരാധം ക്ഷമിച്ചാലും. അമ്മ, ഇത് മഹർഷിയല്ല, മുത്തച്ഛൻ. എനിക്ക് ഒരുപാട് ഉമ്മ തന്നു. ഈ മുത്തച്ഛൻ വന്ന വിവരം ഞാൻ പോയി കാശിവ മുത്തച്ഛനോട് പറയട്ടെ. വത്സേ, നിന്നെ നാം എവിടെ വെച്ചോ കണ്ടിട്ടുള്ളത് പോലെ തോന്നും. ഏതാണ് കുലം? മഹാത്മൻ. എന്റെ പേര് ശകുന്തള. എന്റെ അമ്മ അപ്സരസായ മേനകയും അച്ഛൻ വിശ്വാമിത്ര രാജർഷിയുമാണ്. മഹർഷീശ്വര, അങ്ങ് നിന്റെ അച്ഛൻ വിശ്വാമിത്രൻ. എന്റെ അച്ഛൻ? അച്ഛന് വാപ്പ് തരൂ, നിനക്ക് സർവമംഗളം. ഞാൻ തന്നെയായി. മകളെ, നിന്റെ മകന്റെ അച്ഛനാരാണ്? ദുഷ്യന്ത മഹാരാജാവ്. നിനക്ക് അനുയോജ്യനായ ഭർത്താവ്. ചക്രവർത്തിനിയായ നീ എന്തിനീ ആശ്രമത്തിൽ വന്നു? കാന്തർവ വിധി പ്രകാരം അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചു. പിന്നീട് ഗർഭിണിയായി എന്നെ ഉപേക്ഷിച്ചു. നിന്നെ ഉപേക്ഷിച്ചു? ബുദ്ധനായ ഒരു രാജാവ് ഗർഭിണിയായി നിന്നെ പരിചയിച്ചത്?
എന്നാൽ ഞാനിതാ എന്റെ നവശക്തി കൊണ്ട് ആ രാജാവിനെയും രാജവംശത്തെയും നശിപ്പിക്കുവാൻ. അയ്യോ, അരുതേ, അരുതേ, എന്റെ മകൻ അത്രയില്ലാതാക്കരുതേ. അങ്ങയുടെ മകൾ ഭർത്താവിനെ നശിപ്പിച്ചവളാവരുതേ. ഇല്ല, അവനെ ഞാൻ വെച്ചേക്കില്ല. എന്റെ നവശക്തിയാൽ ഇന്ത്യനും ത്രിമൂർത്തികളും എന്നെ ഭയപ്പെടും. ഭൂമിക്കും സ്വർഗത്തിനും ഇടയ്ക്ക് മൂന്നാമതൊരു ലോകം സൃഷ്ടിച്ച തപസ്വയാണ് വിശ്വാമിത്രൻ. ഇല്ല, അവനെ ഞാൻ വെച്ചേക്കില്ല. അച്ഛാ, ഇത് എന്റെ വിധിയാണ്. അച്ഛാ, എന്റെ അമ്മ എന്നെ പ്രസവിച്ച ഉടനെ ഉപേക്ഷിച്ചു. എന്റെ അച്ഛനായ അങ്ങും എന്നെ ഉപേക്ഷിച്ചതല്ലേ? അതിൽ കൂടുതലായി ഒരു തെറ്റും എന്റെ ഭർത്താവ് ചെയ്തിട്ടില്ല. പ്രസവിച്ച ഉടനെ ദുഷ്ടമൃഗങ്ങൾ ഉള്ള കാട്ടിൽ ഉപേക്ഷിച്ചു പോന്ന് അതിനേക്കാൾ വലിയ അപരാധമാണ് എന്റെ ആര്യപുത്രൻ ചെയ്തത്. പറയൂ അച്ഛാ, പറയൂ. മകളെ, നീ പതിവ്രതയാണ്. വളരെ വേഗം നിന്റെ ഭർത്താവിനോട് ചെയ്യും. ദേവേന്ദ്ര സാരഥി അങ്ങയെ കാണാൻ എത്തിയിരിക്കുകയാണ്. മാതലി, ദേവേന്ദ്ര മഹാരാജാവിന് ക്ഷേമമല്ലേ? അതേ രാജൻ. എന്താണ് അദ്ദേഹം ആജ്ഞാപിക്കുന്നത്? കാലനേമി തുടങ്ങിയ ദുർജയന്മാർ അങ്ങയുടെ സുഹൃത്തായ ദേവേന്ദ്രനെതിരെ ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. യുദ്ധത്തിൽ അവരെ ജയിക്കുവാൻ അങ്ങ് ഉടനെ എത്തിച്ചേരണമെന്ന് രഥം കൊണ്ടുവന്നിട്ടുണ്ട്. തിരുമേനി, ഈ അവസരം പാഴാക്കരുത്. അങ്ങയുടെ മനസ്സിന് അല്പം സുഖവും കിട്ടുമല്ലോ. അല്ലെങ്കിൽ തന്നെ ഇന്ദ്രശാസ്ത്രം ലംഘിച്ചുകൂടല്ലോ. ഉടൻ പുറപ്പെടുക തന്നെ. പൈതലേ ആരുടെ തേരിൽ നീ
തേരിൽ നീ വന്നു. നാം ഇപ്പോൾ എവിടെയായി? വായുമാർഗത്തിൽ എത്തിക്കഴിഞ്ഞു. രാജൻ, അത് ആ കാണുന്നത് അങ്ങയുടെ അധികാര ഭൂമിയാണ്. സന്ധ്യാസമയത്ത് മേഘം പോലെ തങ്കനിറത്തിൽ കാണുന്ന ആ പർവ്വതം ഏതാണ്? അതാണ് ഹേമകൂടം. കാശ്യപാശ്രമം അവിടെയാണ്. ഭഗവാൻ കാശ്യപനെ കണ്ട് വന്നിക്കാതെ പോകുന്നത് ശരിയല്ല. രഥം അതുവഴി വിടും. ഉണ്ണി, നീ എങ്ങോട്ടേക്കാണ് ഈ പറഞ്ഞ? ഞാനിങ്ങനെ കേട്ടോ, ഇനി ഒന്ന് മെരുക്കി എടുത്തിട്ട് വേണം നിന്റെ വായിലത്ര. തള്ള ചാടി എനിക്ക് വലിയ പേടിയാ. ഈ പൊരിഞ്ഞ വിത്തിനെ കൊണ്ട് പൊറുതി മുട്ടിയല്ലോ. പോകുന്നുണ്ടോ? സർവ്വതമ്മനെ വിടാൻ, സിംഹക്കുട്ടിയെ വിടാൻ ഞാൻ മുത്തച്ഛനോടായി പറയുവേ. മുത്തച്ഛൻ വന്നാൽ എന്നെ എടുത്ത ഒരുപാട് ഉമ്മ വെക്കുമല്ലോ. ഞാൻ കൊല്ലും, നോക്കിക്കോ. ഉണ്ണി വിടാൻ. പോകുന്നുണ്ടോ? ഞാൻ മുത്തച്ഛനോടായി പറയുവേ. ആര്യ, ഇവന് സിംഹക്കുട്ടി കൊല്ലുന്നതിന് മുൻപ് ഒന്ന് വിടുവിച്ചു തരും. ഋഷികുമാര? ഞാൻ ഋഷികുമാരനല്ല, രാജകുമാരനാണ്. രാജകുമാരൻ? ഉണ്ണിയുടെ അമ്മയും അച്ഛനും ആരാണ്? എന്റെ അമ്മ ശകുന്തള. അച്ഛൻ? ഹസ്തിനപുര മഹാരാജാവ് ദുഷ്യന്തൻ. മകനെ, 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 എന്റെ മകനെ. ഞാൻ ഉണ്ണിയുടെ മകനല്ല. വിടൂ, വിടൂ. അമ്മേ, അമ്മേ. ശകുന്തള. ഇവിടെ ശകുന്തളയോ? ദേവോപനത്തിൽ വളർത്തുന്നു. സത്യധർമ്മന്റെയും ശകുന്തളെ. മകനെ ദുഷന്ത, മഹേന്ദ്ര പിതാവിന് നമസ്കാരം. നാം എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. മകളെ, നീ സഹിച്ച ദുഃഖം നാം അറിയുന്നുണ്ട്. അച്ഛനമ്മമാർ പക്ഷേ ഇക്കാര്യത്തിൽ ദുഷന്തൻ തെറ്റുകാരനായി. മഹർഷി ഭർത്താവ് കണ്വാശ്രമത്തിൽ വന്നു. ഭർത്താനിച്ചിരുന്ന നീ അതിഥിയായി വന്ന അദ്ദേഹത്തെ ധിക്കരിക്കുകയുണ്ട്. ഉഗ്രതോടായ ദുർവാസാവിന്റെ ശാപമാളെ ദുഷന്തന്റെ മറവിക്ക് കാരണം. മുദ്രമോതിരം കണ്ടപ്പോൾ അത് തീരുകയും ചെയ്യും. മാപ്പ് തരണേ, മാപ്പ് തരണേ. ശകുന്തള, മകനെ, എന്റെ തീരാത്ത വേദന തീർത്തു.